കുന്നൂർ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ഈ കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാരണം എൻ്റെ അമ്മയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 5.5 വർഷമായി. ഞങ്ങൾക്ക് പിള്ളേരൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ 2019 ഞങ്ങളുടെ കല്യാണം നടന്നത്. കല്യാണം കഴിഞ്ഞ് ഞാൻ 1 മാസം നാട്ടിലുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്തായിരുന്നു ജോലി. അവിടെ നിന്ന് ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു. അത് സ്റ്റക്കായി. പിന്നെ ഞാൻ ഇടയ്ക്ക് കൊറോണ കഴിഞ്ഞ് വീണ്ടും ലീവിന് വന്നു. ഈ ലീവിന് വന്ന് ഞാനിവിടെ വന്ന് ഞാൻ ലീവിന് വന്നപ്പോൾ എന്നോട് അമ്മ പറയായിരുന്നു, മോനെ കല്യാണം കഴിഞ്ഞ മക്കളൊന്നും ഇല്ലല്ലോ, നീ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്ക്, അവിടെ ഉടമ്പടി എടുക്ക്. അപ്പം ഞാനിവിടെ എനിക്ക് യാതൊരു ഇഷ്ടം ഉണ്ടായില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനൊന്നും യാതൊരു താല്പര്യം ഉണ്ടായില്ല. ഇങ്ങനത്തെ കാര്യങ്ങളോട് പറയണതും കേൾക്കാനൊന്നും. ഞാനങ്ങനെ യാദൃശ്യമായിട്ട് ഇവിടെ വന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നു, തിരിച്ചു പോയി. 2ാമത്തെ പ്രാവശ്യം വന്നു, വീണ്ടും തിരിച്ചു പോയി. 3ാമത്തെ പ്രാവശ്യം വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഞാൻ നാട്ടിൽ നിന്നു. എനിക്ക് യാതൊരു രീതിയിലും ഒരു പിള്ളേരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള തർക്കങ്ങൾ എല്ലാമായിരുന്നു. അങ്ങനെ മാതാവിനോട് ഞാൻ എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിക്കും. വെളുപ്പിന് എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. യൂട്യൂബിൽ പ്രാർത്ഥന, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. പിന്നെ പറ്റുന്ന ദിവസങ്ങൾ ഓർഫനേജുകളിലേക്ക് പോയിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം നടത്തുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കുറേ ഞങ്ങൾ ചെക്കപ്പിന് വേണ്ടിയും കുറേ ഡോക്ടേഴ്സ് ഇപ്പോൾ എല്ലാവരും പറയുന്ന അതുപോലെ എല്ലാ ഹോസ്പിറ്റലുകളും ഞങ്ങൾ ചെക്കപ്പിന് പോയിരുന്നു, കുഞ്ഞുണ്ടാവാൻ വേണ്ടി. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു IVF വേണമെന്നാണ് പറഞ്ഞത്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും IVFനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. IVF ചെയ്യുന്നത് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു IVF ചെയ്താൽ നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ, നിങ്ങൾ കൗണ്ട് കുറവാണ്, ആ ഒരു പ്രശ്നങ്ങളാണ്, ഇവർക്ക് പീരീഡ്സ് നോർമലല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൃപാസന മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുന്നതും. അതിൻ്റെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എല്ലാ നൊവേനയും പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവഹിതം എന്ന പോലെ 2024 ഞങ്ങൾക്ക് ഒരു ഇവള് പ്രഗ്നൻ്റാണെന്ന് അറിയുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത്, മാതാവേ ഞാൻ ആപത്തും വരാതെ ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തു പരിപാലിച്ച് ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞേക്കാം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ സാക്ഷി എഴുതിയിട്ടു. കുഞ്ഞിനെ കൊന്ന് സാക്ഷി വന്ന് പറയാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. ജൂണിൽ തിരിച്ചു വന്ന് ഞാൻ ജനുവരി 16 ഇവള് ഡെലിവറിയായി. ഇവൾക്ക് ഒരു പെൺകുഞ്ഞ് സുഖപ്രസവമായിരുന്നു. യാതൊരു ആപത്തിനും കാത്തു പരിപാലിച്ചതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ 2ാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അനിയൻ്റെ വൈഫിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു. യാതൊരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അനിയൻ്റെ വൈഫിനും കുഞ്ഞിന് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു ആപത്തും വരാതെ, അവൾക്കും സിസേറിയനായിരുന്നു, എന്നാൽ കുഞ്ഞിന് കുഴപ്പമില്ലാതെ കിട്ടി. പിന്നെ എൻ്റെ അപ്പച്ചന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് അപ്പച്ചന് ഒരു വീണിട്ട് ആക്സിഡൻറ്റ്, ഒരു എല്ല് ഫ്രാക്ചറായി. അനിയൻ്റെ വൈഫ് ഡെലിവറി ആയിരുന്ന അതേ സമയത്താണ് എൻ്റെ അപ്പച്ചനും ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. 2 പേരും ഹോസ്പിറ്റലായിരുന്നു. ഞാനാണ് അപ്പച്ചൻ്റെ അടുത്ത് നോക്കിക്കൊണ്ടിരുന്നത്. മാതാവിൻ്റെ തൈലും അപ്പച്ചൻ്റെ കാലും പറ്റി അപ്പച്ചന് ഓപ്പറേഷൻ വിട്ടു. ഉടമ്പടി തൈലം എടുത്ത് പരട്ടി അപ്പച്ചൻ്റെയും നല്ലൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കാല് നടക്കാനും കർത്താവെ നടന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ ഞാൻ സാക്ഷി പറഞ്ഞേക്കാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പച്ചനും യാതൊരു കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും പള്ളി മുടങ്ങാതെ പോകുന്നു. അപ്പച്ചൻ സുഖമായിട്ട് ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രത്യേകം വേറൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു വീട് പണി വേണമെന്ന്. അതും എൻ്റെ മാതാവ് സാധിച്ചു തന്നു. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം. കൃപാസന മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹമാണ് ഇതെല്ലാം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനും വൈഫും കൂടി ഓർഫനേജുകളിൽ പോകും. ആകാശപ്രഭ എന്ന ഓർഫനേജിൽ അവിടെ പോയി അവരായിട്ട് കുറേ സമയം സംസാരിക്കും, അവിടെ ചിലവഴിക്കാറുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി കൃപാസന പത്രം എല്ലായിടത്തും കൊടുക്കും, പ്രാർത്ഥിക്കും. ബസ് സ്റ്റാൻഡുകളിൽ എന്നെ ഉടമ്പടി പത്രം ഞാൻ കൊണ്ടുവരുന്ന എല്ലായിടത്തും തന്നെ പലരും കളിയാക്കിയിട്ടുണ്ട്, നിനക്ക് വേറെ ഒരു പണിയില്ല, കൃപാസന പത്രത്തിലും കൊണ്ട് ഡെലിവറി നിനക്ക് നാണമില്ല എന്ന് ചോദിച്ചാൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് പലരും മുമ്പിൽ നാണം കെട്ടായാലും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഒരു വിശ്വാസം ഞാൻ മറ്റുള്ളവരെ അറിയിച്ച് ഉടമ്പടി കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിന് മറ്റുള്ളവർ കൃപാസനത്തിൽ പോകുന്നത് കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ അന്നും മാതാവിനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി ഇന്ന് ഇവിടെ സാക്ഷി പറയാൻ വന്നു. ഒത്തിരി നന്ദി പറയുന്നു മാതാവിന്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 അത് കഴിഞ്ഞ് പല പ്രാവശ്യം ഉടമ്പടി മുടങ്ങിപ്പോയി. പിന്നെ 5ാം ഉടമ്പടി പുതുക്കലിലാണ് എനിക്ക് എൻ്റെ കാര്യം നടന്നത്. അത് ഓരോ ഉടമ്പടി പുതുക്കുന്തോറും എല്ലാ കാര്യം നടക്കാമെന്ന് പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ
ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ട്, പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ട്, ഓരോ പൈശാചിക പീഡകളായിരുന്നു. പിന്നെ 5-ാം ഉടമ്പടിയും എടുത്ത് പുറത്ത് ഞാൻ ഈ പ്രാവശ്യം കർശനമായി മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇത് വേണം, എനിക്ക് നീ തരണം. അത് കാരണം മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി വൈഫിന് ഞാൻ മാതാവിൻ്റെ തേൻ കൊടുത്തായിരുന്നു. ഉടമ്പടി തൈലം കൊടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഉടമ്പടി തൈലം അവളുടെ വയറിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അവൾക്ക് മാതാവിൻ്റെ തേൻ കൊടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാത്തിനും അമ്മമായ ഈശോയെ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അരുൺ പോൾ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവാനുഭവ സാക്ഷ്യമാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പങ്കുവച്ചത്. വിവാഹ ജീവിതം കഴിഞ്ഞ് 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച ഈ ദമ്പതികൾ അമ്മ മാതാവിൻ്റെ അരികിൽ കുടുംബത്തിലെ അമ്മ പറഞ്ഞാണ് അമ്മയെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ കൃപാസനത്തിൽ വരുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും ആദ്യം ഒട്ടും താല്പര്യമില്ലായിരുന്നുവെന്ന് മകനത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് പല നാളുകൾ മുന്നോട്ട് പോയി യാതൊരു തരത്തിലും കുഞ്ഞ് ഉണ്ടാവുന്നില്ല. IVF മാത്രം ഡോക്ടർമാർ പറയുന്നു. അതിനോട് മനസ്സുകൊണ്ട് താല്പര്യമില്ല, അത് ചെയ്യില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നത്. മകനത് പിന്നീട് പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തു, പലതവണ ഉഴപ്പി, എങ്കിലും അമ്മയോടുള്ള ബന്ധത്തിൽ ഞാനൊരു കുറവ് വരുത്തുന്നില്ലായിരുന്നു. എനിക്ക് അമ്മയുമായിട്ടുള്ളൊരു സ്നേഹം, അമ്മയിലുള്ളൊരു വിശ്വാസം, അമ്മ എന്നെയും കുടുംബത്തെയും സഹായിക്കും എന്നൊരു പ്രാർത്ഥനയും പ്രത്യാശയും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരനായ ഞാൻ കൃപാസനത്തിൽ പോകുന്നുവെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെന്നെ കളിയാക്കിയപ്പോഴും ഞാനതിൽ അല്പം പോലും പിന്നോട്ട് മാറാതെ വീണ്ടും ഉടമ്പടി ജീവിതവുമായി മുന്നോട്ട് പോയത്. കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പലപ്പോഴും അതൊരു അവഹേളനത്തിന് കാരണമായെങ്കിലും എന്നെ വല്ലാതെ ഇകഴ്ത്തുകയും വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തുവെങ്കിലും അത് ദൈവിക പദ്ധതിയാണെന്നും ദൈവം ഈ നാളുകളിൽ ചെയ്യുന്ന സുവിശേഷത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയാണെന്നും ബോധ്യത്തോടു കൂടി അത് മറ്റുള്ളവർക്ക് നിന്ദാപമാനങ്ങൾ ഏറ്റുകൊണ്ട് തന്നെ കൊടുക്കുവാനായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നതാണ്. 5ാമത് പുതുക്കി കഴിയുമ്പോൾ കൂടുതൽ വിശ്വസ്തയോടുകൂടി വിശ്വാസത്തോടുകൂടി ഉടമ്പടി ജീവിതത്തിലേക്ക് മകൻ ആഴപ്പെട്ടതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മകൻ പറയുന്നുണ്ട്, അത് മരുന്നോ ലേപനമോ ഔഷധമോ ചികിത്സകളോ ഡോക്ടറോ ഒന്നുമല്ല, അമ്മ മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം മാത്രം, ഉടമ്പടിയിൽ ജീവിച്ചതുകൊണ്ട് മാത്രം അമ്മ മാതാവും ഈശോയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചുവെന്ന. അതുപോലെ തന്നെ അനിയൻ്റെ ഭാര്യ ഡെലിവറിയുടെ അടുത്തെത്തുമ്പോൾ ആ കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർമാർ പറയുന്നു. ഉടമ്പടിയിലുള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് വേണ്ടിയും ഈ കുടുംബം ആഗ്രഹത്തോടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നതാണ് സൂചിപ്പിച്ചത്. ഒത്തിരി അപകടാവസ്ഥകൾ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടു കൂടി അനിയന് ഒരു കുഞ്ഞിന് ലഭിച്ചതിനെയും അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ വലിയ രീതിയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവണം. അതെപ്പോഴും നമുക്ക് ജോസഫ് അച്ഛൻ പറഞ്ഞു തരുന്ന ഒരു ഉപദേശമാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്ത് നിന്ന് നിർബന്ധമായും ഉണ്ടാവണം. മകൻ്റെ വാക്കുകളിൽ അത് 1-2 കാര്യങ്ങൾ വന്നു. ആദ്യത്തത് തൻ്റെ സഹപ്രവർത്തകർ, തൻ്റെ കൂട്ടുകാർ, തന്നെ അറിയുന്നവർ തന്നെ പലപ്പോഴും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു എന്നതിനെക്കുറിച്ച് ഇകഴ്ത്തിയിരുന്നു, കളിയാക്കിയിരുന്നു. ആ അപമാനം ഏൽക്കുമ്പോഴും ഒരിക്കൽ പോലും മനസ്സ് പതറാതെ ഉടമ്പടിയിൽ മകൻ ഉറപ്പിച്ചു നിർത്തി. 2ാമത്തത് കൃപാസനം പത്രം കൈമാറുമ്പോൾ ഏറെ കളിയാക്കലുകൾ നേരിട്ടിരുന്നു. എങ്കിലും അത് ദൈവിക പ്രവൃത്തിയാണെന്നും അമ്മ മാതാവിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങളാണ് അതിലുള്ളതെന്നും അതുകൊണ്ട് ഇത് അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുവാൻ, തന്നെ കളിയാക്കുമ്പോഴും മറ്റുള്ളവർക്കത് കൊടുക്കുവാൻ വേണ്ടി മകനത് സന്മനസ് കാണിച്ചുവെന്ന. ഇത് വളരെ ഗൗരവമുള്ള ഉടമ്പടിയുടെ ഒരു നിലപാടാണ്. അമ്മ മാതാവിൻ്റെ അരികിൽ ഒരു നിയോഗം വളരെ ഗൗരവമുള്ളത് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ആ ഉടമ്പടിയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ദൈവത്തിനത് മനസ്സിലാകുന്ന വിധത്തിൽ ജീവിക്കുകയും വേണം.
അതെപ്പോഴും ഉടമ്പടി ധ്യാനത്തിന് നമുക്ക് ഓരോ ആഴ്ചയിലും ജോസഫ് അച്ഛൻ അത് വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെന്ന് കരുതി നിങ്ങൾ സ്വയം പിൻവാങ്ങുകയാണെങ്കിൽ, നിങ്ങൾ സ്വയം മാതാവിനെ അവിശ്വസിക്കുകയാണെങ്കിൽ, ഉടമ്പടി കൊണ്ട് പ്രയോജനമില്ലെന്ന് ചിന്തിച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ പിന്നീട് അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങൾ തന്നെ ആത്മവഞ്ചകരായി മാറുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. മറിച്ച് ധൈര്യത്തോടു കൂടി അമ്മ മാതാവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ എൻ്റെ ഈശോയെ അറിയിക്കും, ഞാൻ എൻ്റെ ഈശോയിലുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തും, അതിന് എന്തൊക്കെ എനിക്ക് ചെയ്യാനാകുമോ, അത് ധ്യാനം ഷെയർ ചെയ്യുന്നതാണെങ്കിലും, ഡെയിലി സ്റ്റാറ്റസ് ഇടുന്നതാണെങ്കിലും, കൃപാസനം പത്രം കൈമാറുന്നതാണെങ്കിലും, മറ്റുള്ളവരോട് അമ്മ മാതാവിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറയുവാൻ ഞാൻ സമയം കണ്ടെത്തുന്നതാണെങ്കിലും അതെല്ലാം പ്രേക്ഷിത പ്രവർത്തനമാണ്. എൻ്റെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ജീവിതം എനിക്കെന്നുള്ളതെല്ലാം ദൈവം എനിക്ക് അനുവദിച്ച് നൽകിയതെന്ന് പറയുവാൻ ഞാൻ സന്നദ്ധമാവുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം വലുതായിരിക്കുമെന്ന്. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കണം, വലിയ വലിയ നിയോഗങ്ങൾ എഴുതുമ്പോൾ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അത് കാരുണ്യ പ്രവർത്തകരുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, സധൈര്യം ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനുള്ള ചങ്കൂറ്റവും ദൈവസ്നേഹവുമാണ്. അത് മാത്രമേ അമ്മ നമ്മളോട് ചോദിക്കുന്നുള്ളൂ. അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. അവൻ പറയുന്നത് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ, സഹോദരനെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാനായിട്ട്. എത്ര കണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ അത് നമുക്ക് അസാധ്യമെന്ന് കരുതുന്നത് പോലും കൈവെള്ളയിലേക്ക് ദാനമായി, അനുഗ്രഹമായി അമ്മ മാതാവും ഈശോയും വെച്ചു തരും. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ കുടുംബം ഇന്ന് നന്ദി പറയുക. ഞങ്ങൾ ഇല്ലായ്മക്കാരായിരുന്നു, ഇല്ലായ്മകളെ എൻ്റെ അമ്മ മാതാവും ഈശോയും ഏറ്റെടുത്തു. അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ, ജീവിക്കുവാൻ ഈ ചുരുങ്ങിയ നാളുകളിൽ ഞങ്ങൾ പരിശ്രമിച്ചു. ഞങ്ങളുടെ ജീവിതത്തിന് എന്നേക്കുമുള്ള ഒരു അനുഗ്രഹം അതിലൂടെ അമ്മ കൈമാറുകയും ചെയ്തുവെന്ന നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഒന്ന് പരിശോധിക്കാം, അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം. വലിയ കാര്യങ്ങൾ നേടുന്നതിന് അല്പം പോലും പതറാതെ ഏറ്റവും പൂർണ്ണമായ ശരണത്തോടുകൂടി വലിയ രീതിയിൽ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാം. അമ്മ മാതാവ് കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തെ സഹായിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിച്ച് നന്ദി പറയും.